ആൻഡ് ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ AI അവതാർസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇത് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ആൻഡ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് topview.ai. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ഫസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുക, ഒരു അവതാർ സെലക്ട് ചെയ്യുക. ദെൻ ആ ഒരു പ്രോഡക്റ്റും അവതാറും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് AI അവതാർസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സ് കൊടുക്കുവാണെങ്കിൽ ആ ഡ്രസ്സ് വെയർ ചെയ്തുകൊണ്ട് നമുക്ക് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജുവലറി കൊടുക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ പ്രോട്ടീൻ പൗഡറിൻ്റെ ഉണ്ട്, ദെൻ ക്യാറ്റിൻ്റെ ഒരു പില്ലോ ഉണ്ട്. ദെൻ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് കൊടുക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ആൻഡ് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല വേറെ ടൂൾസും അവൈലബിൾ ആണ്. നമുക്ക് ലോക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വീഡിയോ അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ നമുക്ക് വീഡിയോയിൽ നിന്ന് ക്ലോൺ ചെയ്യാനും പറ്റും. ദെൻ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊരു AI അവതാർ കാണും. അത് പ്രോഡക്റ്റ് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ദെൻ നമുക്ക് പ്രോഡക്റ്റ് ഇൻഷൂട്ട് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മളൊരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ടോക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ടെക്സ്റ്റ് കൊടുത്ത് ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. AI വോയിസ് ജനറേറ്ററും ഉണ്ട്. ഇത്രയും ടൂൾസ് നമുക്ക് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ 2 ടൂൾസാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്, പ്രോഡക്റ്റ് അവതാറും ആൻഡ് പ്രോഡക്റ്റ് ഇൻഷൂട്ടും. നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് അവതാർ സെലക്ട് ചെയ്യാം. ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അവതാർ സെലക്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു അവതാർ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ അവതാർ ഞാൻ സെലക്ട് ചെയ്തു. ആൻഡ് ഇവിടെ അത് ലോഡ് ആവും. ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഞാൻ ഇവിടെ ക്യാമറയുടെ ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ റീപ്ലേസ് വിത്ത് മൈ പ്രോഡക്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുവാണ്. സോ നമ്മുടെ ഫയൽ ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ക്യാമറയുടെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓപ്പൺ സെലക്ട് ചെയ്യാം. ആൻഡ് ബൈ ദ വേ ഞാൻ ചൂസ് ചെയ്ത ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തോളൂ. ആൻഡ് നമ്മുടെ പ്രോഡക്റ്റ് ഇമേജ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈസും കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ സൈസും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൺഫേം പ്രോഡക്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് തരും. ആൻഡ് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമുക്കിതൊന്ന് ലോഡ് ആകുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഒത്തിരി ടൈമൊന്നും എടുത്തില്ല, മേ ബി ഒരു 40 സെക്കൻഡ്സ് എടുത്ത് കാണും. അതിനുള്ളിൽ നമുക്കിവിടെ വീഡിയോ ലോഡായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. 3 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇമേജ് ടു വീഡിയോ അവതാർ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ആനിമേറ്റ് ആകുന്നുണ്ട്. 5 to 10 മിനിറ്റ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ പ്രോഡക്റ്റ് വീഡിയോ ഇവിടെ ആനിമേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. I'm TopView Product Avatar. I can hold your product with just one image. You no longer have to spend a lot of time and money searching for real models to showcase your products. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, നമ്മൾ ക്യാമറയുടെ ഒരു ഇമേജ് മാത്രമാണ് കൊടുത്തത്. സോ അതിനൊരു 3D ലൈക്ക് റിയൽ ലൈഫിൽ ഒരു ക്യാമറ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡെപ്തും കാര്യങ്ങളെല്ലാം ആക്ച്വലി നൈസ് ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം ബാക്കിയും കൂടെ. Use TopView Product Avatar മൂവ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നതെല്ലാം ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. to make your video marketing. ആൻഡ് ബൈ ദ വേ നമുക്ക് വേണ്ട സ്ക്രിപ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. സോ ഞാൻ ഇവിടെ യൂസ് മൈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ജസ്റ്റ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ പേസ്റ്റ് ചെയ്യാം. Ctrl+V. ദെൻ ഇവിടെ നമുക്ക് ജനറേറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ബൈ ദ വേ നമുക്ക് ഇഷ്ടമുള്ള വോയിസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് വോയിസസ് അവൈലബിൾ ആണ്. നമ്മുടെ വോയിസ് ആയിട്ട് ക്ലോൺ ചെയ്യാനും പറ്റും. ഞാൻ തൽക്കാലം ഡിഫോൾട്ടായിട്ട് വരുന്ന വോയിസ് തന്നെ സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് ജനറേറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഫയൽ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ ക്യാമറ എന്ന് കൊടുക്കുവാണ്. ദെൻ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫുൾ HD തന്നെ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് എക്സ്പോർട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ എക്സ്പോർട്ട് ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. This is the Sony A7C. Compact, powerful and ready for anything. ആക്ച്വലി ആ ലിപ് മൂവ്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് കറക്റ്റായിട്ട് ലിപ് മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. A full frame sensor packed into the world's smallest body.
Fast autofocus, incredible low light performance, 4K video, all in your hands. Create without limit. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് മോഡൽസിൻ്റെയോ ക്യാമറയുടെയോ ഷൂട്ടിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ആൻഡ് ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ളത് പ്രോഡക്റ്റ് എനിഷ്യൂട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. ദെൻ ഞാൻ ഇവിടെ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുവാണ്. ഇനി ഇവിടെ പ്രോഡക്റ്റ് എനിഷ്യൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ടീഷർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ടീഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ലോഡ് ആകുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ബൈ ദ വേ അതിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റ് തന്നെ റിമൂവ് ചെയ്തോളും. ആൻഡ് പ്രോഡക്റ്റ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അവതാർ സെലക്ട് ചെയ്യാം. സോ ഞാൻ സെലക്ട് ഫ്രം പബ്ലിക് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ടീഷർട്ടാണ് വേണ്ടത്. മേ ബി നമുക്ക് ഏത് മോഡൽ സെലക്ട് ചെയ്യണം, ഇഷ്ടമുള്ളൊരു മോഡൽ നോക്കാം. ഓക്കെ, നമുക്ക് മേ ബി ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് യൂസ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അത് ഡ്രോ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടീഷർട്ടാണ്, സോ ഈ ഒരു പോർഷനിലാണ് വേണ്ടത്. ഞാൻ ബ്രഷിൻ്റെ തിക്നെസ് കുറച്ച് കുറയ്ക്കുവാണ്. ദെൻ നമുക്ക് വേണ്ട പോർഷനിൽ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെയാണ് ടീഷർട്ട് വേണ്ടത്. സോ നമുക്ക് ആ രീതിയിൽ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം അത്ര പ്രിസൈസ് ആവണമെന്നൊന്നുമില്ല, ഏകദേശം ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നമുക്ക് എത്ര തവണ ജനറേറ്റ് ചെയ്യണം ആ ഒരു കൗണ്ട് കൊടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് 1 കൊടുക്കുന്നുള്ളൂ. ദെൻ നമുക്കിവിടെ ജനറേറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തത് ഒരു 2D ഇമേജ് ആണ്, അത് നമ്മൾ ഓർത്തോണം. ജസ്റ്റ് ഒരു 2D ഇമേജ് മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. ബട്ട് ഇവിടെ നമുക്കൊരു 3D വീഡിയോയിൽ ആ ഇമേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇമേജ് ടു വീഡിയോ സെലക്ട് ചെയ്യാം. ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, വീഡിയോ കോണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ അത് ഇവിടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കോപ്പി ചെയ്യുവാണ്, Ctrl+C. ദെൻ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ക്രിയേറ്റിവിറ്റിയും റിലവൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ലൈഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എന്ത് ഔട്ട്പുട്ട് വേണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് മോഡും അതുപോലെ തന്നെ പ്രൊഫഷണൽ മോഡും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് പ്രൊഫഷണൽ മോഡ് സെലക്ട് ചെയ്യുവാണ്. നമുക്ക് വീഡിയോയുടെ ഡ്യൂറേഷൻ കൊടുക്കാം. 5 സെക്കൻഡ്സേ ഞാൻ തൽക്കാലം കൊടുക്കുന്നുള്ളൂ. ജനറേറ്റിംഗ് കൗണ്ടും കൊടുക്കാം. ഞാൻ തൽക്കാലം 1 കൊടുക്കുന്നുള്ളൂ. ആൻഡ് നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഞാൻ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇവിടെ ജനറേറ്റ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ആ ക്ലോത്തിൻ്റെ മൂവ്മെൻ്റ് എല്ലാം നല്ല പ്രിസൈസ് ആയിട്ടുണ്ട്, ലൈറ്റിംഗ് ആയിട്ട് മാച്ച് ആയിട്ടുണ്ട്. ആൻഡ് ആ മോഡലായിട്ട് കറക്റ്റായിട്ട് ക്ലോത്ത് ഫിറ്റാണ്. ഓക്കെ, ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സ്റ്റുഡിയോയുടെയോ ലൈറ്റിൻ്റെയോ ക്യാമറയുടെയോ ക്യാമറാമാൻ്റെയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഇഷ്ടമുള്ളൊരു അവതാർ സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഈസി ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഞാൻ ഇവിടെ ഹോം വിൻഡോയിലേക്ക് പോവാണ്. ആൻഡ് ഇവിടെ അപ്ഗ്രേഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ മന്ത്ലി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയർലി പർച്ചേസ് ചെയ്യാം. ആൻഡ് ഇയർലി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 40% ഓഫ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ആണ് ഫ്രീ ഓപ്ഷൻ. ഫ്രീ ഓപ്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്ത് നോക്കാം. ദെൻ വരുന്നത് സ്റ്റാർട്ടർ പാക്കാണ്. അറൗണ്ട് $10 ആണ് വരുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടർ പാക്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബിസിനസ് പാക്കാണ്. അറൗണ്ട് $45 ആണ് വരുന്നത്. ഇത്ര ഓപ്ഷൻസ് നമുക്ക് ബിസിനസ് പാക്കിൽ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എൻ്റർപ്രൈസ് പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കസ്റ്റമായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഉറപ്പായിട്ടും നിങ്ങൾ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.